ഓക്കെ, ദ നെക്സ്റ്റ് ചാപ്റ്ററാണ് നമുക്ക് ഇൻകം ടാക്സിൽ അടുത്തതായിട്ട് സ്റ്റഡി ചെയ്യാനുള്ള നെക്സ്റ്റ് ചാപ്റ്ററാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ടാക്സ് എന്നുള്ളത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റീസ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ അസസ്സിയുമായി ബന്ധപ്പെട്ട റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഓരോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ അസസ്സിയുടെ ടാക്സ് ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് കവറപ്പ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും അതിന് ഇൻകം ടാക്സസിൻ്റെ കേസസിൽ അതിനുള്ള റിലവൻസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ആദ്യത്തെ കുറച്ച് സ്ലൈഡുകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. ശ്രദ്ധിക്കുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമിനിങ് ദി ടാക്സ് ലയബിലിറ്റീസ് ഓഫ് അസസ്സി because the total income of assessee during the previous year is computed on the basis of his residential status in India during the previous year. അപ്പോൾ ഇൻകം ടാക്സ് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമുക്കറിയാം, പ്രീവിയസ് ഇയറിൽ നമ്മൾ ഏൺ ചെയ്ത ടോട്ടൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാറുള്ളത് അല്ലേ. അപ്പോൾ ഓരോ കേസസിലും ഏതെല്ലാം ടൈപ്പ് ഇൻകംസ് ആണ് നമ്മൾ പ്രീവിയസ് ഇയറിൽ നമുക്കുണ്ടായിട്ടുള്ള ഏതെല്ലാം ടൈപ്പ് ഇൻകംസ് ആണ് നമുക്ക് ടാക്സ് അടക്കാൻ ബാധ്യതപ്പെട്ട ഇൻകംസ് ആയിട്ടുള്ളത് എന്നുള്ളത് പ്രധാനമായിക്കൊണ്ടും ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിനെ പ്രധാനമായിക്കൊണ്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു അസസ്സിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചാണ് സംഭവം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇന്ത്യയിൽ സ്ഥിരമായിക്കൊണ്ട് താമസിക്കുന്ന ആളാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനമായിക്കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് വ്യക്തിയായാലും സ്ഥാപനങ്ങളായാലും ഓർഗനൈസേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളായാലും ഒക്കെ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അപ്ലിക്കബിൾ ആണ്. അതായത് ഇന്ത്യയിൽ സ്ഥിരമായിക്കൊണ്ട് താമസിക്കുന്ന ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ HUF അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫോമോ അല്ലെങ്കിൽ കമ്പനിയോ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുമെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് 2-3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനുണ്ട്. അത് അടുത്ത സ്ലൈഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുള്ള ആളുകളുടെയും അവരുടെ കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിന് ചില ഇൻകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സ് ലയബിലിറ്റീസ് ഉണ്ടാവണമെന്നില്ല, ചില ഇൻകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ടാക്സ് ലയബിലിറ്റി എന്നുള്ളത് ടോട്ടൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് ലയബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ആ കൺസേൺഡ് അസസ്സിയുടെ ആ കൺസേൺഡ് ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ഇൻകം ടാക്സ് അടക്കുന്ന സമയത്ത് ആ അസസ്സിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഏതെല്ലാം രീതിയിലാണ് ഉണ്ടാവാറുള്ളത്, ഓരോ ടൈപ്പ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും കൃത്യമായിക്കൊണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, അതിൻ്റെ റൂൾസ് എന്താണ്, ഓരോ ടൈപ്പ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ കേസസിലും ഏത് രൂപത്തിലാണ് ഇൻകവുമായി ബന്ധപ്പെട്ട് അതിന് ടാക്സ് ലയബിലിറ്റീസ് വരിക, ഏതെല്ലാം ടൈപ്പ് ഓഫ് ഇൻകത്തിനാണ് അവർക്ക് ടാക്സ് ലയബിലിറ്റീസ് അതാത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഓവറോൾ ആയിക്കൊണ്ട് സ്റ്റഡി ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ടാക്സ് ലയബിലിറ്റീസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു പൊസിഷനിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടോട്ടൽ ഇൻകത്തെ ബേസ് ചെയ്തുകൊണ്ട് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇവിടെ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ചില ജനറൽ ആയിട്ടുള്ള കോമ്പണൻസുകളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, പോയിൻറ്റ്സ് റിലേറ്റഡ് ടു റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് ഫണ്ടമെൻ്റൽ ആയിക്കൊണ്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള ചില ടെർമിനോളജീസ് ആണ്. ഇറ്റ് ഈസ് എ ബേസിക് ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിനിങ് ദി ടാക്സ് ലയബിലിറ്റീസ് ഓഫ് അസസ്സി. ഒന്നാമത്തെ പോയിൻറ്റ്സ് അതാണ്. ഇറ്റ് ഈസ് എ ബേസിക് ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിനിങ് ദി ടാക്സ് ലയബിലിറ്റീസ് ഓഫ് അസസ്സി. ഓരോ അസസ്സിയുടെയും ടാക്സ് ലയബിലിറ്റീസ് എത്രത്തോളം ഉണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ എന്നുള്ളത് ആ അസസ്സിയുമായി ബന്ധപ്പെട്ട റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് കൊണ്ട് ആ വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റീസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ കൃത്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും എന്നർത്ഥം. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ദ റെസിഡൻഷിപ്പ് ആൻഡ് സിറ്റിസൺഷിപ്പ് ആർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. റെസിഡൻഷിപ്പ് ആൻഡ് സിറ്റിസൺഷിപ്പ് ആർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. നമ്മൾ റെസിഡൻഷിപ്പ് എന്ന് പറയുന്നതും സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ് ആണ്. അതായത് റെസിഡൻ്റ് ആയിട്ടുള്ള ആൾ ഇന്ത്യൻ സിറ്റിസൺ ആവണം എന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾ എല്ലായ്പ്പോഴും ഇന്ത്യൻ റെസിഡൻ്റ് ആവണം എന്നുമില്ല എന്നർത്ഥം. അത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ടാക്സിൻ്റെ കേസസിൽ അയാൾ റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യുക. അത് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, രണ്ടും ഒരേപോലെ അല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? തൊട്ട് മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, റെസിഡൻസ് ഓഫ് എ പേഴ്സൺ മേ ചേഞ്ച് ഓൺ എവറി ഇയർ ടു ഇയർ. റെസിഡൻഷിപ്പ് എന്നുള്ളത് ഓരോ വർഷവും മാറി വരാമെന്നർത്ഥം. അതായത് ഇപ്പോൾ 2019 and 20 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു വ്യക്തി റെസിഡൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ 2020 and 21 ചിലപ്പോൾ അയാൾ നോൺ റെസിഡൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നാഷണാലിറ്റി ഏറെക്കുറെ പെർമനൻ്റ് ആയിരിക്കും അല്ലേ. 2019-20 നമ്മൾ ഇന്ത്യൻ നാഷണാലിറ്റി ആണെങ്കിൽ 2020-21 നാച്ചുറൽ ആയിക്കൊണ്ട് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എന്നാൽ
റെസിഡൻഷിപ്പ് എന്ത് ചെയ്യുക, വർഷാവർഷങ്ങളിൽ മാറ്റം വരെ. കാരണം അത് ഒരു വ്യക്തി ഒരു വർഷം ഇന്ത്യയിൽ എത്ര കാലയളവിലാണ് താമസിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെസിഡൻഷിപ്പ് ചെക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിക്കൊണ്ടും അത് ഓരോ വർഷങ്ങളിലും അതിൽ ചേഞ്ചസ് വരാമെന്നർത്ഥം. ഓക്കെ, മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കുക. ഫോർത്ത് വൺ, എ പേഴ്സൺ മേ ബി റെസിഡൻറ്റ് ഇൻ മോർ ദാൻ വൺ കൺട്രി ഫോർ ദി സെയിം പ്രീവിയസ് ഇയർ. ഒരേ വർഷം തന്നെ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ റെസിഡൻഷിപ്പ് കിട്ടിയേക്കാമെന്നർത്ഥം. ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഒരേ വർഷം തന്നെ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ റെസിഡൻഷിപ്പ് അക്വയർ ചെയ്യാമെന്നർത്ഥം. നോർമൽ കേസിൽ നമ്മൾ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരാൾക്ക് ഒരേ സമയം ഒരു രാജ്യത്താണ് ഉണ്ടാവാറുള്ളത്. വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസിൽ മാത്രമേ വ്യക്തികൾക്ക് എന്ത് ചെയ്യാറുള്ളൂ, ഒരു ഇൻ്റർനാഷണൽ ആയിക്കൊണ്ടുള്ള നാഷണാലിറ്റി ഉണ്ടാവാറുള്ളൂ എന്നർത്ഥം. അതായത് ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ ഒരു നാഷണാലിറ്റിയാണ് ഉണ്ടാവാറുള്ളത്. ഒരു ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ചില ആളുകൾക്കൊക്കെയാണ് സാധാരണഗതിയിൽ ഒന്നിൽ കൂടുതൽ നാഷണാലിറ്റി വരാറുള്ളത്. അപ്പോൾ ഇവിടെ റെസിഡൻഷിപ്പ് എന്നുള്ള ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പ്രീവിയസ് ഇയറിൽ തന്നെ എന്ത് ചെയ്യുക, വ്യത്യസ്ത രാജ്യങ്ങളിൽ ഉണ്ടാവാം, വ്യത്യസ്ത രാജ്യങ്ങളിൽ റെസിഡൻഷിപ്പ് ഉണ്ടാവുക. എന്നാൽ നാഷണാലിറ്റി ഏറെക്കുറെ സിംഗിളായിട്ടാണ് വരാനുള്ള ചാൻസ് ഉള്ളതെന്ന് അർത്ഥം. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സെപ്പറേറ്റ് റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദി റെസിഡൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസസി. ദർ ആർ സെപ്പറേറ്റ് റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദി റെസിഡൻഷിപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസസി. വ്യത്യസ്ത അസസിക്ക് അനുസരിച്ചുകൊണ്ട് റെസിഡൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, റെസിഡൻഷിപ്പ് ഡിറ്റർമിൻ ചെയ്യാനുള്ള റൂൾസിലും വ്യത്യാസം ഉണ്ടാവാറെന്ന് അർത്ഥം. വ്യത്യസ്ത അസസി എന്നോട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇൻഡിവിജ്വൽ അസസിയുടെ കേസസിൽ റെസിഡൻഷിപ്പ് തീരുമാനിക്കുന്ന റൂൾസ് ആവില്ല നമ്മൾ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കേസസിൽ റെസിഡൻഷിപ്പ് തീരുമാനിക്കുന്ന ഘടകങ്ങളായിട്ട് വരിക. അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കേസസിൽ നമ്മൾ തീരുമാനിക്കുന്ന റെസിഡൻഷിപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രൈറ്റീരിയ ആവില്ല കമ്പനിയുടെ കേസസിൽ വരിക, അതല്ലെങ്കിൽ HUF കേസിലൊക്കെ വരും. അപ്പോൾ ഓരോ ടൈപ്പ് അസസിക്ക് അനുസരിച്ച് കൊണ്ടും അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഡിറ്റർമിനേഷൻ്റെ റൂൾസിൽ കൃത്യമായ രൂപത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് എന്നർത്ഥം. ഓക്കെ, അടുത്തൊരു ടോപ്പിക് എന്നുള്ള ടൈപ്പ് ഓഫ് റെസിഡൻഷിപ്പ് ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. നമുക്ക് അസസിയെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ഇൻഡിവിജ്വൽ അസസി, അതുപോലെ തന്നെ HUF, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഫേം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അസസിയെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഓരോ അസസിയുടെ കേസസിലും നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പല രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കേസ് ഇൻഡിവിജ്വൽ അസസിയുടെ കേസിലുള്ള റെസിഡൻഷിപ്പിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ റെസിഡൻഷിപ്പിൻ്റെ കാറ്റഗറൈസേഷനാണ്, ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ ഈ സ്ലൈഡിൽ കാണുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 2 types. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് റെസിഡൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ നമുക്ക് ഫണ്ടമെൻ്റൽ ആയിക്കൊണ്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നുകിൽ അയാളെ റെസിഡൻറ്റ് എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ അയാളെ നോൺ റെസിഡൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, റെസിഡൻറ്റിനെ വി ക്യാൻ ക്ലാസിഫൈ അഗെയിൻ ഇൻറ്റു 2 types. ഇൻ ദ കേസ് ഓഫ് റെസിഡൻറ്റ് ക്യാൻ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 types, ലൈക്ക് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ളതും നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള പേരിലും രണ്ടായിക്കൊണ്ട് നമുക്ക് റെസിഡൻറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഫണ്ടമെൻ്റലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നുകിൽ ആ വ്യക്തി റെസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി നോൺ റെസിഡൻ്റ് ആയിരിക്കും. ഇനി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, വെദർ ഹീ ഈസ് ഓർഡിനറി റെസിഡൻറ്റ് ഓർ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസാണ് പൊതുവിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഒന്നുകിൽ അയാൾ റെസിഡൻ്റ് ആയിരിക്കും, റെസിഡൻറ്റിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്നുകിൽ അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ അയാൾ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ അയാൾ നോൺ റെസിഡൻ്റ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിനൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് ആണ്, അതിൻ്റെ ഒരു ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്ന സംഭവം. പേഴ്സൺസുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആവാം, അതല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാം, അതല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവാം. ഓർഡിനറി റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും എന്നുള്ളതും റെസിഡൻറ്റ് എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, നോൺ റെസിഡൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനായിട്ട് വരിക. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എന്ത് ചെയ്യുക, ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണ്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണ്, നോൺ റെസിഡൻ്റ് ആവാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഓർഡിനറി റെസിഡൻ്റ് കേസ് ശ്രദ്ധിക്കുക, ഇഫ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് 1 ബേസിക് കണ്ടീഷൻ, എൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തത് ദാറ്റ് ഈസ് എനി വൺ ഓഫ് ദി 2 ബേസിക് കണ്ടീഷൻ. നമുക്ക് ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷൻസുമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ റെസിഡൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കുക, നമ്മൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേസമയം അത് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അഡീഷണൽ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അർത്ഥം. അപ്പോൾ ആദ്യത്തിൽ ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള യോഗ്യത 2 കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഒന്നാമത്തെ, ഇഫ് ഹി സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് 1 ബേസിക് കണ്ടീഷൻ. 2 ബേസിക് കണ്ടീഷൻസാണ് ഇൻകം ടാക്സിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടുള്ളത്, ഇൻഡിവിജ്വലുമായി ബന്ധപ്പെട്ട്. ആ 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ
എന്ത് ചെയ്തിരിക്കണം, ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നർത്ഥം. രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്തൊരു കുഴപ്പമില്ല. എന്നാൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ അയാൾ എന്തായി, ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ നമുക്കെന്ത് ഇയാളെ നമുക്ക് റെസിഡൻ്റ് ആണെന്ന് വിളിക്കുക. ഇനി ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അഡീഷണൽ കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓർഡിനറി റെസിഡൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, പ്ലസ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസും അയാൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, 2 അഡീഷണൽ കണ്ടീഷനാണുള്ളത്. ആ 2 അഡീഷണൽ കണ്ടീഷനും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ 2 ഏതെങ്കിലും ഒന്നും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ബേസിക് കണ്ടീഷനും 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും പ്ലസ് അഡീഷണൽ കണ്ടീഷൻസിൽ 2 അഡീഷണൽ കണ്ടീഷനും കൃത്യമായിക്കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്ത ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്, ഹു ഈസ് എൻ ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ളത്. ഓർഡിനറി റെസിഡൻറ്റ് മീൻസ് ആൻ ഇൻഡിവിജ്വൽ ഹു സാറ്റിസ്ഫൈ എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ ആൻഡ് ബോത്ത് ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻസ് എന്നുള്ളതാണ് എൻ്റെ ആൻസർ നമ്മൾ ചെക്കപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ളതാണ്. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു റെസിഡൻറ്റിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ്, ഓർഡിനറിയും നോട്ട് ഓർഡിനറി എന്നുകൊണ്ട് തന്നെ സ്വാഭാവികമായിക്കൊണ്ട് ഇവിടെ നമ്മൾ ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസും തന്നെയാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള യോഗ്യത ഇഫ് ഹി സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ. 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ആളായിരിക്കണം നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിലുള്ള ഒന്നാമത്തെ ക്രൈറ്റീരിയ. പ്ലസ് എനി വൺ ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. എനി വൺ ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. 2 അഡീഷണൽ കണ്ടീഷനാണ് ഉണ്ടാവുക. ഈ 2 അഡീഷണൽ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാതിരിക്കുക. 2 അഡീഷണൽ കണ്ടീഷൻ കൂടി ഒരുമിച്ച് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഓർഡിനറി റെസിഡൻ്റ് ആവും അല്ലേ. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം, പ്ലസ് 2 അഡീഷണൽ കണ്ടീഷനിലെ 2ഉം ഒരുമിച്ച് ഫുൾഫിൽ ചെയ്യാത്ത ആളാവണമെന്നർത്ഥം. അതായത് ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യാതിരിക്കുകയോ ഇനി 2ഉം തന്നെ ഫുൾഫിൽ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും അയാളെ നമുക്ക് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കാം. ഓക്കെ, മൂന്നാമത്തെ ഒരു പാറ്റേൺ വരുന്നത് നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻ്റ് ആവുക എ പേഴ്സൺ ഹു ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ എന്നുള്ളതാണ്. ബേസിക് കണ്ടീഷനിൽ ഒരൊറ്റ ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലാത്ത ആളെയാണ്, ഒരു ബേസിക് കണ്ടീഷൻസ് പോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലാത്ത ആളെയാണ് നമുക്കത് വിളിക്കാൻ പറ്റുക നോൺ റെസിഡൻറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലൈഡ് പ്രകാരമുള്ള എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ശ്രദ്ധിക്കണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് ആദ്യം നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ ആൾ റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. റെസിഡൻ്റ് ആവാനുള്ള യോഗ്യത എന്താണ്, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. 2 ബേസിക് കണ്ടീഷനാണുള്ളത്. ആ 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റെസിഡൻറ്റ് എന്ന് വിളിക്കും. നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാലോ ഒറ്റ ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത എ പേഴ്സൺ ഹു ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ ദെൻ ഹി ഈസ് കോൾഡ് ആസ് നോൺ റെസിഡൻറ്റ്. അറ്റ് ദി സെയിം ടൈം ഇഫ് എ പേഴ്സൺ സാറ്റിസ്ഫൈ എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ ദെൻ ഹി ഈസ് കോൾഡ് ആസ് റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റെസിഡൻ്റ് ആവും. ഒറ്റൊന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അയാൾ നോൺ റെസിഡൻ്റ് ആവും. അങ്ങനെയാണെങ്കിൽ റെസിഡൻറ്റിനെ നമുക്ക് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. അതായത് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത റെസിഡൻറ്റ് ഇൻഡിവിജ്വലിനെ നമുക്ക് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അഡീഷണൽ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള യോഗ്യത 2 അഡീഷണൽ കണ്ടീഷനുള്ളതിൽ 2ഉം ഒരേ സമയം ഫുൾഫിൽ ചെയ്തിരിക്കണം. 2 അഡീഷണൽ കണ്ടീഷനാണുള്ളത്, 2 അഡീഷണൽ കണ്ടീഷനും ഒരേപോലെ ഫുൾഫിൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള യോഗ്യത എന്നുള്ളത് 2 അഡീഷണൽ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യാത്ത ആളാവണം എന്നർത്ഥം. 2 അഡീഷണൽ കണ്ടീഷൻ പൂർണ്ണമായിട്ട് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി നേരത്തെ പറഞ്ഞ പോലെ ഓർഡിനറി റെസിഡൻ്റ് ആവും. 2 ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യാതിരിക്കുകയോ ഇനി 2ഉം തന്നെ ഫുൾഫിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാലും അയാളെ നമുക്ക് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഈ ബേസിക് കണ്ടീഷൻ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അഡീഷണൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ അണ്ടർ സെക്ഷൻ 6 സബ്സെഷൻ 1 ആൻഡ് സെക്ഷൻ 6 സബ്സെഷൻ 6 പ്രകാരമുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആദ്യത്തിൽ ബേസിക് കണ്ടീഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ബേസിക് കണ്ടീഷൻ സെക്ഷൻ 6 സബ്സെഷൻ 1 പ്രകാരമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വലുമായി ബന്ധപ്പെട്ട് 2 ബേസിക് കണ്ടീഷനാണുള്ളത്. 2 ബേസിക് കണ്ടീഷനാണുള്ളത്. നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് 2 ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. 2 ഉണ്ടായി എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. നമുക്ക് ആവശ്യമുള്ളത് 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ അപ്ലിക്കബിൾ ആയാൽ തന്നെ അയാളെ നമുക്ക് എന്ത് വിളിക്കാം, റെസിഡൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, റെസിഡൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡീഷണൽ കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് കണ്ടീഷൻസിൻ്റെ റൂൾസാണ് സൂചിപ്പിക്കുന്നത്. 2 ബേസിക് കണ്ടീഷനാണുള്ളത്, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ ശ്രദ്ധിക്കാം. എ ബി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 2 ബേസിക് കണ്ടീഷൻ. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ
The individual assessee should stay in India for a period of at least 182 days in the relevant previous year. The individual assessee ഷുഡ് സ്റ്റേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര ദിവസം താമസിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ദ ഇൻഡിവിജ്വൽ അസസി ഷുഡ് സ്റ്റേ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 182 ഡേയ്സ് ഇൻ ദി റിലവൻറ്റ് പ്രീവിയസ് ഇയർ. ഏത് പ്രീവിയസ് ഇയറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ പ്രീവിയസ് ഇയറിൽ, അതായത് റിലവൻറ്റ് പ്രീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള ഇയറിനാണ് നമ്മൾ റിലവൻറ്റ് പ്രീവിയസ് ഇയർ ആയിട്ട് വ്യാഖ്യാനിക്കുക. റിലവൻറ്റ് പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് എന്ത് ചെയ്തിരിക്കണം, ഇൻഡിവിജ്വൽ അസസി എന്ത് ചെയ്തിരിക്കണം, ഏറ്റവും ചുരുങ്ങിയത് 182 ദിവസമെങ്കിലും ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം എന്നർത്ഥം. ഏറ്റവും ചുരുങ്ങിയത് 182 ദിവസമെങ്കിലും ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം എന്നർത്ഥം. അതായത് ഹാഫ് ഇയറാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ, ദ ഇൻഡിവിജ്വൽ അസസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അസസി ഷുഡ് സ്റ്റേ ഇൻ ഇന്ത്യ at least 60 days in the relevant previous year and at least 65 days in the last 4 years immediately proceeding to the relevant previous year. അപ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഹി ഷുഡ് സ്റ്റേ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 60 days in the relevant previous year പ്ലസ് 365 days in the 4 years immediately proceeding to the previous year. പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തിരിക്കണം, അയാൾ 60 ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് താമസിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിൻ്റെ മുമ്പുള്ള 4 വർഷത്തിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രീവിയസ് ഇയർ ഉൾപ്പെടുന്നതല്ല, പ്രീവിയസ് ഇയറിൻ്റെ മുമ്പുള്ള 4 വർഷത്തിൽ ചുരുങ്ങിയത് 365 ദിവസവും അയാൾ ഇന്ത്യയിൽ താമസിച്ചത്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനായിട്ട് എണ്ണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യത്തെ ബേസിക് കണ്ടീഷൻ ഒറ്റ പോയിൻ്റേ ഉള്ളൂ, അത് പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഇന്ത്യയിൽ താമസിക്കുക എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ 60 ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് താമസിക്കണം, പ്ലസ് എന്ത് വേണം, പ്രീവിയസ് ഇയറിൻ്റെ മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാകുന്ന അർത്ഥം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ എന്നുള്ളത് നമുക്ക് 2019-20 ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ. അപ്പോൾ 2019-20 ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ പ്രകാരം 182 ദിവസമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഉണ്ടാകണം. അതുണ്ടെങ്കിൽ അയാൾ റെസിഡൻ്റ് ആണ്. ഏതെങ്കിലും ഒന്നുണ്ടായാലും മതിയല്ലോ സംഭവം. രണ്ട് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നുണ്ടായാലും മതിയല്ലോ. ഇനി അതില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ രണ്ടാമത്തെ ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. എന്താ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ പറയുന്നത്? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഹി ഷുഡ് സ്റ്റേ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 60 days ഇൻ ദി പ്രീവിയസ് ഇയർ. അതായത് 2019-20 ചുരുങ്ങിയത് 60 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവണം. പ്ലസ് ഹി ഷുഡ് സ്റ്റേ അറ്റ്ലീസ്റ്റ് 365 days in the last 4 years immediately proceeding the relevant previous year. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് അർത്ഥം. അതായത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019-20 മുമ്പുള്ള, അതായത് 2019-20 മുമ്പുള്ള 4 വർഷം എന്ന് പറയുമ്പോൾ 2018-19, 2017-18, 2016-17, 2015-16. ഓക്കെ, അപ്പോൾ നിലവിലുള്ള പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷത്തിൽ മൊത്തത്തിൽ 365 ദിവസവും പ്ലസ് പ്രീവിയസ് ഇയറിൽ 60 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻസ് ആയിട്ട് വരിക. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസ്. ഈ ടേബിളിൻ്റെ ഏറ്റവും റൈറ്റ് എൻഡിൽ, ടോപ്പിലെ റൈറ്റ് എൻഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റ് നേരെ, സാറ്റിസ്ഫൈ എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ ഹീ ഈസ് കോൾഡ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഏതെങ്കിലും ഈ രണ്ട് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അയാളെ നമുക്ക് റെസിഡൻറ്റ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ പോയിന്റ് കൊടുത്തുള്ള ഡു നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ, അയാളെ നമുക്കത് വിളിക്കാം നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഈ ഒറ്റ ബേസിക് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളാണെങ്കിൽ അയാളെ നമ്മൾ നോൺ റെസിഡൻറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടാറുള്ളത്. അപ്പോൾ അതാണ് ബേസിക് കണ്ടീഷനുമായി ബന്ധപ്പെട്ട റൂള്. ഏതെങ്കിലും രണ്ട് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അയാൾ റെസിഡൻ്റ് ആവും. ഒറ്റ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നാലാണ് അത് നോൺ റെസിഡൻ്റ് ആവുക. രണ്ട് ബേസിക് കണ്ടീഷൻ, ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ ഹി ഷുഡ് സ്റ്റേ അറ്റ്ലീസ്റ്റ് 182 days ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ഹി ഷുഡ് സ്റ്റേ അറ്റ്ലീസ്റ്റ് 60 days ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ and at least 365 days during the 4 years proceeding to the relevant previous year എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ബേസിക് കണ്ടീഷനുമായി ബന്ധപ്പെട്ട രണ്ട് റൂൾസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ തന്നെ ഒരു എക്സംഷൻസ് നമുക്ക് കാണാൻ പറ്റും. എക്സംഷൻസ് എന്നുള്ളത് ഈ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ചില വിഭാഗം ആളുകളുണ്ട്. രണ്ട് ബേസിക് കണ്ടീഷൻ ഉള്ളതിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനായിട്ടുള്ള പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്ലസ് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസവും എന്നുള്ള സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ ആവാത്ത ചില വിഭാഗം ഇൻഡിവിജ്വൽ അസസി ഉണ്ടാവാറുണ്ട്. അവരുടെ കേസിൽ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. ആദ്യത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ 182 days ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ട് വിഭാഗം ആളുകളാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ,
ഒന്നാമത്, ഇഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ലീവ് ഇന്ത്യ ഫോർ ദി പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ ലീവ് ഇന്ത്യ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി ഇന്ത്യ വിട്ടുപോവുക, ലീവ് ഇന്ത്യ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വിട്ടുപോകുക എന്നുള്ളതാണ്. എന്തിൻ്റെ ഭാഗമായിട്ട്? ഫോർ ദി പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് ജോലി ആവശ്യാർത്ഥം ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി ഇന്ത്യ വിട്ടു പോവുകയോ, അതല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി ലീവ് ഇന്ത്യ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി ഒരു ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പർ ആയിക്കോളും. ക്രൂ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിലുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ ക്രൂ മെമ്പേഴ്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പർ ആയിക്കൊണ്ട് ഇന്ത്യ വിട്ടു പോവുകയോ, അതല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ഇന്ത്യ വിട്ടു പോവുകയോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം കേസസിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ല, അത് നോക്കാൻ പറ്റില്ല. ആദ്യത്തെ ബേസിക് കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് അയാൾ 182 ദിവസം പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലുണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ എന്നർത്ഥം. രണ്ടാമത്തെ ഒരു എക്സെപ്ഷൻസ് എന്നുള്ളത്, ഇഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഓൺ എ വിസിറ്റ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഇഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഓൺ എ വിസിറ്റ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഒന്നെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആളോ, അതല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ വംശജനായിട്ടുള്ള വ്യക്തി എന്നാണ് അർത്ഥം. ഇന്ത്യൻ വംശജനാവാനുള്ള പ്രത്യേകത ആ വ്യക്തിയുടെ പാരൻറ്റോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയായിരിക്കണം എന്നർത്ഥം. ആ വ്യക്തിയുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കും. അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 1947 മുമ്പുള്ള ഇന്ത്യയാണ്. അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനൊക്കെ ഇന്ത്യയിൽ നിന്നും വിഭജിച്ച് പോകുന്നതിന് മുമ്പുള്ള ഇന്ത്യയാണ് നമ്മൾ അൺഡിവൈഡഡ് ഇന്ത്യ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പാരൻറ്റോ ഗ്രാൻഡ് പാരൻസോ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ച ആളാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സിറ്റീസണോ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ എന്ത് ചെയ്യുക? കംസ് ടു ഇന്ത്യ ഓൺ എ വിസിറ്റ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. അവർ ആക്ച്വലി ഇന്ത്യക്ക് പുറത്താണ് താമസിക്കുന്നത്, ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഫോറിൻ കൺട്രീസിലാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യാണ്? ഇന്ത്യയിലേക്ക് വരികയാണ്. എന്തിൻ്റെ ഭാഗമായിട്ട്? എന്ത് പർപ്പസിൻ്റെ ഭാഗമായിട്ട്? ഒരു വിസിറ്റിംഗ് പർപ്പസിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യക്ക് പുറത്ത് താമസിച്ചിരുന്ന ഇന്ത്യൻ സിറ്റിസണോ ഇന്ത്യൻ ഒറിജിൻ പേഴ്സൺസോ ഒരു വിസിറ്റിംഗ് പർപ്പസിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ കേസസിലും നമ്മൾ ബേസിക് കണ്ടീഷൻ നോക്കുമ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ കേസസിൽ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള 182 ഡേയ്സ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ മാത്രമേ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ഇവിടെ കേസിൽ അപ്ലിക്കബിൾ അല്ല. ഈ രണ്ട് വിഭാഗം ആളുകളല്ലാത്ത മറ്റു ആളുടെ കേസിലൊക്കെ നമുക്ക് എന്ത് ബേസിക് കണ്ടീഷൻ നോക്കുമ്പോൾ ഈ രണ്ട് ബേസിക് കണ്ടീഷൻ നോക്കാം, അതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മതി. എന്നാൽ ഈ പറയപ്പെട്ട രണ്ടാളുകളുടെ കേസസിൽ എന്താണ് സാധാരണഗതിയിൽ അവർക്ക് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ, സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ല എന്നർത്ഥം. ഓക്കെ, ഇനി അഡീഷണൽ കണ്ടീഷൻ കൂടി നോക്കുക. അഡീഷണൽ കണ്ടീഷൻ എന്നുള്ളത് റെസിഡൻ്റ് ആയിട്ടുള്ള ആൾ ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത്. രണ്ട് അഡീഷണൽ കണ്ടീഷൻസ് ആണുള്ളത്. ഇത് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് ഫുൾഫിൽ ചെയ്യണം. രണ്ട് അഡീഷണൽ കണ്ടീഷൻ ഒരുമിച്ച് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്താണ് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വിളിക്കുക. രണ്ട് അഡീഷണൽ കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആയാൽ തന്നെ അവരെ നമ്മൾ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടും. ഇവിടെ നമ്മൾ രണ്ട് അഡീഷണൽ കണ്ടീഷൻസ് ആണല്ലോ ശ്രദ്ധിക്കുക. എ ആൻഡ് ബി എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രൈഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ, ഹി ഷുഡ് ബി എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 years ഇൻ ദി ലാസ്റ്റ് 10 year ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. He should be a resident in India for at least 2 years in the last 10 years immediately preceding the relevant previous year. ഇപ്പോഴത്തെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 2 വർഷമെങ്കിലും അയാൾ റെസിഡൻ്റ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നർത്ഥം. ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2019-20 ആ പ്രീവിയസ് ഇയറിൻ്റെ മുമ്പുള്ള തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ അയാൾ 2 വർഷത്തിലെങ്കിലും അയാൾ റെസിഡൻ്റ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നർത്ഥം. അതായത് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ആളായിരിക്കണം പ്രീവിയസിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷമെങ്കിലും എന്നർത്ഥം. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ, ഹി ഷുഡ് പ്രസൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 730 days ഇൻ ദി ലാസ്റ്റ് 7 years ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദി റിലവൻറ്റ് പ്രീവിയസ് ഇയർ. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ, ഹി ഷുഡ് സ്റ്റേ ഓർ പ്രസൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 730 days ഇൻ ദി ലാസ്റ്റ് 7 years ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദി റിലവൻറ്റ് പ്രീവിയസ് ഇയർ. ഇപ്പോഴത്തെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 7 വർഷത്തിൽ ചുരുങ്ങിയത് 730 ദിവസമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം എന്നർത്ഥം. പ്രീവിയസ് ഇയർ അടക്കമുള്ള ഇയറിലല്ല, പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ ചുരുങ്ങിയത് 730 ദിവസം, ഒന്നായിട്ട് 730 ദിവസമെങ്കിലും അയാൾ എന്ത് ചെയ്തിരിക്കണം? ഈ 7 വർഷത്തിനിടയ്ക്ക് 730 ദിവസമെങ്കിലും ഇന്ത്യയിൽ താമസിച്ച വ്യക്തിയായിരിക്കണം. ഈ രണ്ട് അഡീഷണൽ കണ്ടീഷൻസിൽ രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള പേരിലും രണ്ടിലേതെങ്കിലും ഒന്ന് ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ, 2 ആബ്സെൻ്റ് ആയാലും രണ്ടിലേതെങ്കിലും ഒന്ന് ആബ്സെൻ്റ് ആയി കഴിഞ്ഞാലും അയാളെ നമ്മൾ എന്താണ് നോട്ട് ഓർഡിനറി
റെസിഡൻറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ അസസ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതുമായി ബന്ധപ്പെട്ട റൂൾസാണ് ഇപ്പോൾ നമ്മൾ കവറപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ നമുക്ക് ഫണ്ടമെൻ്റൽ രണ്ടായിട്ട് തരംതിരിക്കുക, റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. റെസിഡൻ്റ് ആവാനുള്ള മാനദണ്ഡം 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. നോൺ റെസിഡൻ്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഒരൊറ്റ ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി റെസിഡൻറ്റിനെ നമുക്ക് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള പേരിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള യോഗ്യത ബേസിക് കണ്ടീഷന് പുറമെ 2 അഡീഷണൽ കണ്ടീഷൻസിൽ രണ്ടും ഒരുമിച്ച് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള യോഗ്യത അഡീഷണൽ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ അയാളെ നമുക്ക് എന്താണ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് 2 ബേസിക് കണ്ടീഷൻസ്, ഏതൊക്കെയാണ് 2 അഡീഷണൽ കണ്ടീഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക, കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ അവയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ഔട്ട് ചെയ്ത് പ്രോബ്ലം കറക്റ്റായിട്ടുള്ള ആൻസർ ഫൗണ്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.